വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡ്യൂറോയെയും ഭാര്യയെയും ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിലെത്തിച്ചു. ഇനിയും ആക്രമണത്തിന് തയ്യാറെന്നും ട്രംപ് പറഞ്ഞു. വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കസ് ഉൾപ്പെടെ 7 ഇടങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ വിദഗ്ധ സേനയായ ഡെൽറ്റ ഫോഴ്സാണ് നിക്കോളസ് മഡുറോയെയും ഭാര്യ സിലിയ ഫോസറയെയും പിടികൂടിയത്. ഇരുവരെയും ന്യൂയോർക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. മഡൂറോ കൈവിലങ്ങ് വെച്ച് നിൽക്കുന്ന ഫോട്ടോയും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടിരുന്നു. മഡൂറോ ഒരു സ്വേച്ഛാധിപതിയാണെന്നും വെനസ്വേലയിലെ ഭരണം അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. This partnership of Venezuela with the United States of America, a country that everybody wants to be involved with because of what we were able to do and accomplish, will make the people of Venezuela rich, independent, and safe. And it will also make the many, many people from Venezuela that are living in the United States extremely happy. They suffered. So much was taken from them. They're not going to suffer anymore. The illegitimate dictator Maduro was the kingpin of a vast criminal network responsible for trafficking colossal amounts of deadly and illicit drugs into the United States. As alleged in the indictment, he personally oversaw the vicious cartel known as Cartel de las Solas, which flooded our nation with lethal poison responsible for the deaths of countless Americans, many, many Americans. Hundreds of thousands over the years of Americans died because of him. People where the overwhelming evidence of their crimes will be presented in a court of law. And I've seen it. I've seen what we have. It's both horrible and breathtaking that something like this could have been allowed to take place. വെനസ്വേലയിലെ എണ്ണ സമ്പത്തിൽ ഇടപെടുമെന്നും ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെനസ്വേലയുടെ പരമാധികാരത്തിനു മുകളിൽ വീണ്ടും ആക്രമണം നടത്താൻ അമേരിക്ക തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കസിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 7 കേന്ദ്രങ്ങളിലാണ് സ്ഫോടനം നടന്നത്. ആക്രമണങ്ങളെ തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്ത് മുഴുവൻ സൈന്യത്തെ വിന്യസിച്ചതായി വെനസ്വേല പ്രതിരോധ മന്ത്രി അറിയിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല. 1999 യൂഹോ ഷാവേസ് രാജ്യത്തെ എണ്ണ സമ്പത്തിനെ ദേശസാൽക്കരിച്ച് അമേരിക്കയെ പുറത്താക്കി. അന്നുമുതൽ വെനസ്വേലയിലെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു ട്രംപ്. വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്ന വ്യാജേനയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.